10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തിനുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകൾ നികുതി സർവേ, ടോപ്പോഗ്രഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ. ഏതൊക്കെയാണ്? നികുതി സർവേ, ടോപ്പോഗ്രഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് കേണൽ വില്യം ലാംപ്ടണി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം തിയോഡലൈറ്റ്. 1818 ലാംപ്ടണിൻ്റെ സഹായിയായി സർവേയിൽ ചേർന്നത് കേണൽ ജോർജ് എവറസ്റ്റ്. വില്യം ലാംപ്ടണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്തത് ജോർജ് എവറസ്റ്റ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് ധരാതലീയ ഭൂപടങ്ങൾ. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേര് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചുരുക്കപ്പേര് ടോപ്പോഷീറ്റ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 1800. ഉത്തരദക്ഷിണാർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഷീറ്റുകളുടെ എണ്ണം 420. ധ്രുവപ്രദേശങ്ങൾ ചിത്രീകരിക്കുന്നത് 2 ഷീറ്റുകളിൽ. ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2222. വിവിധ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്ഷാംശ രേഖാംശരേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പ്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽക്കിണറുകൾ, എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ ഇവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് നീല നിറം. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇവയ്ക്ക് ഉപയോഗിക്കുന്ന നിറം പച്ച. കൃഷിസ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞ. വനങ്ങളും പുൽമേട്, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇത് പച്ചയാണ്. കൃഷിസ്ഥലങ്ങൾ കാണിക്കാനായിട്ട് മഞ്ഞയാണ്. തരിശുഭൂമി വെളുപ്പ്. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, ഈസ്റ്റിങ്സും നോർത്തിങ്സും ഇവ കാണിക്കാൻ ചുമപ്പ്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളും കാണിക്കാനായിട്ട് ബ്രൗൺ നിറം ഉപയോഗിക്കുന്നു. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? കോണ്ടൂർ രേഖകൾ, ഹോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ. അടുത്തടുത്ത 2 കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേള.
1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേള 20 മീറ്റർ. അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരിവിനെ. അകന്നകന്നു പോകുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചെരിവിനെ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നതാണ് ഹോം ലൈനുകൾ. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റ്. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ജലസംഭരികൾ, പ്രധാന കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നത് ബെഞ്ച് മാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്നത് നോർത്തിങ്സ്. നോർത്തിങ്സിൻ്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികൾ അറിയപ്പെടുന്നത് റഫറൻസ് ഗ്രിഡ്. ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ധരാതലീയ ഭൂപട വിശകലനം. ഏതൊക്കെയാണ് ധരാതലീയ ഭൂപട വിശകലനത്തിന് ഉപയോഗിക്കുന്നത്? പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ. എന്തൊക്കെയാണ് ടോപ്പോ ഷീറ്റിലെ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്? ഭൂപടത്തിൻ്റെ നമ്പർ, പ്രദേശത്തിൻ്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിൻ്റെയും മൂല്യങ്ങൾ, ഭൂപടത്തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി. ഇത്രയുമാണ് ടോപ്പോ ഷീറ്റിലെ പ്രാഥമിക വിവരങ്ങൾ. ടോപ്പോ ഷീറ്റിലെ ഭൗതിക സവിശേഷതകളാണ് ജലസംഭരണികൾ, ഭൂപടങ്ങൾ. ഇവയാണ് ടോപ്പോ ഷീറ്റിലെ പ്രാഥമിക ഭൗതിക സവിശേഷതകൾ. ടോപ്പോ ഷീറ്റിലെ സാംസ്കാരിക സവിശേഷതകൾ ഏതൊക്കെയാണ്? പാർപ്പിടങ്ങൾ, വിവിധതരം റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ, കുഴൽക്കിണർ. ഇവയാണ് ടോപ്പോ ഷീറ്റിലെ സാംസ്കാരിക സവിശേഷതകൾ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്.